ഇന്ത്യയിൽ ഗെയിമിംഗ് ഫോൺ കോൺസെപ്റ്റ് അവതരിപ്പിച്ച ഒരു വ്യത്യസ്തമായ മോഡലാണ് സ്പൈസ് ഗെയിമിംഗ് മൊബൈൽ X2. സാധാരണ കീപാഡ് ഫോണുകളുടെ കാലത്ത് തന്നെ ഗെയിമിംഗിന് പ്രാധാന്യം നൽകിയ മോഡലുകളിൽ ഒന്നായിരുന്നു ഇത്. ഗെയിമിംഗ് പ്രേമികളെ ലക്ഷ്യമിട്ട് പുറത്തിറക്കിയ ഈ ഫോണിൽ പ്രത്യേക ഗെയിമിംഗ് കീകളും സൈഡ് ബട്ടണുകളും ഉൾപ്പെടുത്തിയിരുന്നു. ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഇതൊരു സാധാരണ ഫോൺ അല്ലെന്ന് മനസ്സിലാകും. ഗെയിമിംഗ് കൺസോളിനെ പോലെ തോന്നിക്കുന്ന ബോഡി, ഗ്രിപ്പ് സൗകര്യം, കയ്യിൽ പിടിക്കുമ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാൻ നൽകിയ ഫിനിഷിംഗ് എന്നിവ ഇതിന്റെ പ്രത്യേകതകളായിരുന്നു. സ്പൈസ് ഗെയിമിംഗ് മൊബൈൽ X2ൽ സാധാരണയായി 2 ഇഞ്ച് പരിമിതിയുള്ള കളർ TFT ഡിസ്പ്ലേ ആയിരുന്നു ഉണ്ടായിരുന്നത്. റെസൊല്യൂഷൻ വളരെ ഉയർന്നതല്ലെങ്കിലും ആ കാലഘട്ടത്തിൽ ജാവ അടിസ്ഥാനത്തിലുള്ള ഗെയിമിംഗ് കളിക്കുവാൻ ഇത് ധാരാളമായിരുന്നു. ഈ ഫോണിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ഗെയിമുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ജാവ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിച്ചു. പ്രത്യേക ഗെയിമിംഗ് കീകൾ ഉപയോഗിച്ച് ഗെയിമുകൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് ഈ മോഡലിനെ വേറിട്ടതാക്കി. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇതൊരു 2G GSM ഫോണായിരുന്നു. GPRS സപ്പോർട്ട് ഉണ്ടായിരുന്നതിനാൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ചെയ്യാൻ സാധിച്ചു. ബ്ലൂടൂത്ത് സൗകര്യം ഉപയോഗിച്ച് ഫയൽ ഷെയറിംഗ് നടത്താനായിരുന്നുവെങ്കിലും വൈഫൈ പോലുള്ള സവിശേഷതകൾ ഇതിനില്ലായിരുന്നു. മെമ്മറിയുടെ കാര്യത്തിൽ ഇൻബിൽറ്റ് സ്റ്റോറേജ് വളരെ കുറവായിരുന്നു. എന്നാൽ മൈക്രോ SD കാർഡ് വഴി മെമ്മറി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ, FM റേഡിയോ തുടങ്ങിയ മൾട്ടിമീഡിയ ഫീച്ചറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനാൽ ഗെയിമിങ്ങിനൊപ്പം എന്റർടൈൻമെന്റും ലഭിച്ചു. ക്യാമറയുടെ കാര്യത്തിൽ അടിസ്ഥാന VGA ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഫോട്ടോ ക്വാളിറ്റി കുറച്ച് കുറവ് തന്നെയായിരുന്നു. എന്നാൽ ആ കാലത്ത് ഒരു ഗെയിമിംഗ് കോൺസെപ്റ്റ് ഫോൺ എന്ന നിലയിൽ ഇത് വലിയ ആകർഷണമായിരുന്നു. ബാറ്ററി ലൈഫും സാധാരണ ഉപയോഗത്തിന് മതിയായിരുന്നു. ഗെയിമിംഗ് സമയത്ത് അല്പം വേഗത്തിൽ ബാറ്ററി ഡ്രെയിൻ ആകുന്നുവെങ്കിലും സ്റ്റാൻഡ് ബൈ ടൈം നല്ലതായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ സ്പൈസ് ഗെയിമിംഗ് മൊബൈൽ X2 ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ ആയിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഗെയിമിംഗ് ഫോൺ എന്ന ആശയം ജനപ്രിയമാകാൻ ശ്രമിച്ച ആദ്യകാല മോഡലുകളിൽ ഒന്നായിരുന്നു ഈ ഫോൺ. ഇന്നത്തെ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളുടെ മുൻഗാമിയായി കാണാവുന്ന ഈ മോഡൽ പഴയ മൊബൈൽ ടെക്നോളജിയിലെ ഒരു പ്രത്യേക അധ്യായം തന്നെയാണ്.